പാലക്കാട് PT5 ദൗത്യത്തിന്റെ ആദ്യഘട്ടം നാളെ ആരംഭിക്കും. കാട്ടാനയെ പിടികൂടി ചികിത്സിക്കാനുള്ള എല്ലാവിധ അനുമതിയും നൽകി കഴിഞ്ഞതായി വനം മന്ത്രി പറഞ്ഞു. വെറ്റിനറി സർജൻ അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള ദൗത്യം ആണ് നടക്കുക. PT5 എന്ന് പറയുന്ന ആന കഴിഞ്ഞ 20 ദിവസമായി വനംവകുപ്പിൻ്റെ നിരീക്ഷണത്തിലാണ്. അതിന് പ്രത്യേക കാരണം ആനക്ക് കാഴ്ചക്കുറവ് ഉണ്ടായിട്ടുണ്ടെന്നും അത് കണ്ണിനുള്ള അസുഖം കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളതെന്ന ഒരു നിഗമനത്തിലാണ് ഈ നിരീക്ഷണം തുടങ്ങിയത്. സാധാരണ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ്, ആദ്യഘട്ടത്തിൽ എന്തൊക്കെ ദൗത്യങ്ങളാണുള്ളത്, എന്തൊക്കെ സൗകര്യങ്ങളാണ്, എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്? PT5 എന്ന ആനയെ പിടികൂടാനുള്ള എല്ലാവിധ അനുമതിയും ഈ ദൗത്യ സംഘത്തിന് നൽകി കഴിഞ്ഞു. ആനയുടെ കണ്ണിന് ഗുരുതരമായ കാഴ്ചാ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വനംവകുപ്പ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സ നൽകാൻ ശ്രമിച്ചെങ്കിലും അത് ഫലപ്രദമാവാത്ത സാഹചര്യത്തിലാണ് ആനയെ ഈ പിടികൂടി ചികിത്സ നൽകുക എന്നതിലേക്ക് പോകുന്നത്. അതിന് മയക്കുവെടി വെച്ച് പിടികൂടേണ്ടി വരും. ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം പാലക്കാട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. വനമന്ത്രി മറ്റ് പല പരിപാടികൾക്കുമായി പാലക്കാട് എത്തിയിട്ടുണ്ട്. വനമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ ഈ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് രീതിയിലായിരിക്കും ആനയെ പിടികൂടേണ്ടത് എന്ന കാര്യത്തിൽ ഈ യോഗത്തിലാണ് അന്തിമ തീരുമാനം ഉണ്ടാവുക. എന്തായാലും നാളെ രാവിലെ മുതൽ ആനയെ ഈ ദൗത്യ സംഘം നിരീക്ഷിക്കും. ഡോക്ടർ അരുൺ സക്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘം നിരീക്ഷിക്കും. ആനയെ പിടികൂടി വനത്തിനകത്ത് വെച്ച് തന്നെ ചികിത്സ നൽകാൻ കഴിയുമെങ്കിൽ അതിനാണ് പ്രാമുഖ്യം നൽകുന്നത്. അല്ലെങ്കിൽ പിന്നീട് ധോണിയിലെ ഈ പ്രത്യേക കൂട്ടിലേക്ക് മാറ്റുകയും അവിടെ നിന്ന് ചികിത്സ നൽകുകയും വേണ്ടിവരും. എന്തായാലും ദിവസങ്ങളോളം ജനവാസ മേഖലയിൽ തുടരുന്ന ആന വലിയ ഭീതിയാണ് ആളുകൾക്ക് ഉണ്ടാക്കുന്നത്. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.